നമസ്കാരം, ട്യൂഡറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം. പട്ടിക്കാട് മേലാറ്റൂരിൽ തീപ്പെട്ടി കമ്പനിയിൽ നിന്ന് മരച്ചീഴുകൾ കയറ്റിക്കൊണ്ടുപോകുകയായിരുന്ന ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവറുടെ ക്യാബിന്റെ പിൻഭാഗത്താണ് തീ പടർന്നത്. പെരിന്തൽമണ്ണയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് തീയണക്കുകയായിരുന്നു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഓട്ടോറിക്ഷയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഓട്ടോ ഡ്രൈവർക്ക് കഠിന തടവും പിഴയും. മേലാറ്റൂർ കുന്നനാത്ത് സുബൈറിനെയാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി എസ് സൂരജ് 6 വർഷം കഠിന തടവും 10,000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചത്. കുറ്റിപ്പുറം, എടപ്പാൾ, ചാവക്കാട് എന്നിവിടങ്ങളിൽ നിന്നും പൊന്നാനിയിലേക്ക് വരുന്ന ബസ്സുകൾ മാലമോഷണം വ്യാപകമാവുന്നു. കഴിഞ്ഞ ദിവസം എടപ്പാളിൽ നിന്ന് പൊന്നാനിയിലേക്ക് വരുന്ന ബസ്സിൽ നിന്നും മാല മോഷ്ടിച്ചതിന് തമിഴ്നാട് സ്വദേശികളായ നന്ദിനി, ദിവ്യ എന്നിവരെ പിടികൂടിയിരുന്നു. വാർത്തകൾ വന്നതോടെ ഇവർക്കെതിരെ കൂടുതൽ പേർ പരാതിയുമായെത്തി. നിലമ്പൂരിൽ പെരുമാറ്റ ദൂഷ്യത്തിന് സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത അധ്യാപകർ ജോലിക്ക് കയറാൻ ശ്രമിച്ചു. രക്ഷിതാക്കൾ ബലം പ്രയോഗിച്ച് പുറത്താക്കുകയായിരുന്നു. നിലമ്പൂരിലെ സ്വകാര്യ എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആണ് സംഭവം നടന്നത്. 2 അധ്യാപകരെയാണ് മാനേജർ സസ്പെൻഡ് ചെയ്തത്. സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികളുമായി നടത്തിയ ഉല്ലാസയാത്രയുമായി ബന്ധപ്പെട്ടാണ് നടപടി. തിരൂരിൽ പതിറ്റാണ്ടുകളായി പള്ളിയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന വഴി മതിൽ കെട്ടിയടിച്ച് റെയിൽവേ. നാട്ടുകാരും വിശ്വാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തിയതോടെ താൽക്കാലികമായി ഏതാനും കല്ലുകൾ ഇളക്കി മാറ്റി. തിരൂർ റെയിൽവേ സ്റ്റേഷന് മുൻപിലെ വഞ്ചിക്കടവ് ജുമാഅത്ത് പള്ളിയിലേക്കുള്ള വഴിയാണ് റെയിൽവേ അടച്ചത്. സ്റ്റേഷനിൽ നടക്കുന്ന വികസന പ്രവർത്തികളുടെ ഭാഗമായാണ് ഇവിടെ മതിൽ കെട്ടിയത്. മുസ്ലിം ലീഗ് ഭരിക്കുന്ന കോട്ടക്കൽ നഗരസഭയിൽ ഭരണപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. പിന്നാലെ കവാടത്തിന് മുന്നിൽ പ്രതിഷേധിച്ച യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തിവീശി. 2 പേർക്ക് പരിക്കേറ്റു. വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം ലഭിച്ച CPM-ലെ വി സരളക്കുള്ള മുറി മുകൾ നിലയിലേക്ക് മാറ്റിയത് CPM ചോദ്യം ചെയ്ത് രംഗത്തെത്തിയതാണ് പ്രശ്നങ്ങൾക്കുള്ള തുടക്കം. അപ്രോച്ച് റോഡ് നിർമ്മാണം വൈകിയതിനാൽ ഗതാഗതയോഗ്യമാകാതിരുന്ന തിരൂർ സിറ്റി ജംഗ്ഷൻ റെയിൽവേ മേൽപ്പാലം ഫെബ്രുവരി 17-ന് ഔദ്യോഗികമായി തുറന്നുകൊടുക്കും. തിരൂരിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലം പണി പൂർത്തിയാവുന്നതിന് മുമ്പ് അധികൃതരുടെ അനുമതിയില്ലാതെ അജ്ഞാതർ തുറന്നുകൊടുത്തത് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു. ഈ പാലമാണ് 17-ന് തുറന്നു കൊടുക്കുന്നത്. താനൂർ നഗരസഭയുടെ കീഴിലുള്ള മോയിലെ താനൂർ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യമൊരുക്കണമെന്ന ആവശ്യമായിരുന്നു. വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് 7ാം ഡിവിഷൻ കൗൺസിലർ റഷീദ് മൗര്യ നഗരസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ഇതോടെ ട്യൂഡറ്റ് മലപ്പുറം സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി അടുത്ത ദിവസം കാണാം. നന്ദി.